അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും വളരെ കൃത്യമായി പാലിക്കണമെന്ന് എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മനുഷ്യർക്ക് ഏറ്റവും കടപ്പാടുള്ളത് തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് തനിക്ക് വേണ്ടുന്ന സകലതും ഒരുക്കി തന്ന നമ്മുടെ റബ്ബിനോടാണ്. അള്ളാഹുവിനോടും റബ്ബിനോടുമുള്ള കടപ്പാടുകളും ബാധ്യതയും കഴിഞ്ഞാൽ പിന്നെ അവന് ഏറെ കടപ്പെട്ടിരിക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ്. മനുഷ്യർ ജനിക്കാനുള്ള ഭൗതികമായ കാരണമാണ് മാതാപിതാക്കൾ. അവരോടുള്ള കടപ്പാടുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും വിവിധ രൂപത്തിൽ ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ കാര്യത്തിൽ 3 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള ബാധ്യത നിർവഹണത്തിൽ വീഴ്ച വരുത്തരുത് എന്നും അവരുടെ വിഷയത്തിൽ ശക്തമായ വസിയ്യത്തും നൽകുന്ന 3 ഇടങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ കഴിയും. കരയാനും കാലിട്ടടിക്കാനും മാത്രം സാധിച്ചിരുന്ന ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെ നിസ്സഹായാവസ്ഥയിൽ നമ്മളെ ഭൗതികമായി സംരക്ഷിച്ചതിൽ കനപ്പെട്ട പങ്ക് വഹിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബാധ്യതയുടെ വലിപ്പത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ലാ യജ്സി വലദുൻ വാലിദൻ ഇല്ലാ അൻ യജിദഹു മംലൂകൻ ഫയശ്തരിയഹു ഫയുതിഖഹു. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ തന്റെ പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെ വേറൊരാളുടെ അടിമയായി കഴിയുന്നത് കണ്ടു. നമ്മുടെ മാതാപിതാക്കൾ വേറൊരാളുടെ അടിമയായി കഴിയുന്നു. ആ അടിമയായി കഴിയുന്ന മാതാപിതാക്കളെ കാശ് കൊടുത്ത് വിലപ്പെട്ടത് എല്ലാം നൽകി ആ മാതാപിതാക്കളെ വാങ്ങി സ്വതന്ത്രരാക്കി വിട്ടാൽ പോലും മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിച്ചവനാകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഒരു മകന്റെ അല്ലെങ്കിൽ ഒരു മകളുടെ കീഴിൽ മാതാപിതാക്കൾ അടിമകളാകുക എന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. ശറഈയായി അങ്ങനെ ഉണ്ടാവില്ല. മകൻ അടിമയായി കഴിയുന്ന പിതാവിനെ വാങ്ങി ഞാൻ നിങ്ങളെ മോചിപ്പിച്ചു എന്ന് പറയേണ്ട ആവശ്യവും അതുകൊണ്ടില്ല. വാങ്ങുന്നതോടുകൂടെ പിതാവ് മാതാവ് സ്വതന്ത്രയായി മാറുമെന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് അവരോടുള്ള ബാധ്യതയുടെ ആഴവും പരപ്പും നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. അത് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിലും നമ്മളോട് വിട പറഞ്ഞു പോയ മാതാപിതാക്കളാണെങ്കിലും അവരോടൊക്കെ നമുക്ക് ബാധ്യതയുണ്ട്. മരണപ്പെട്ടു പോയ മാതാപിതാക്കളോടുള്ള ബാധ്യത എന്താണെന്ന വഴിയെ നമുക്ക് മനസ്സിലാക്കാം. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം അതിനേക്കാൾ ഐച്ഛികമായ ഹജ്ജ്, സുന്നത്തായ ഹജ്ജ്, ആ ഹജ്ജിനേക്കാൾ
പ്രതിഫലം ലഭിക്കുന്ന പരിഗണന നൽകേണ്ടുന്ന വിഷയമാണ് മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അനുചരൻ അഥവാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? കർമ്മങ്ങളിൽ ഏതാണ്? വിശ്വാസം തൗഹീദാണ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യലാണ്, അതിൽ തർക്കമില്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി നൽകുന്ന മറുപടി അസ്സലാത്തു അലാ വഖ്തിഹാ, ഒന്ന് നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കലാണ്. സ്വഹാബി ചോദിച്ചു, അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തു കൊടുക്കലാണ്. സ്വഹാബി ചോദിച്ചു, അത് കഴിഞ്ഞാലോ? ഒന്ന് അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുക, നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കുക. രണ്ട്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരമാണ്. മാതാപിതാക്കളോടുള്ള കടപ്പാടിന്റെ ചുവടെയാണ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിന് പോലും സ്ഥാനമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്ത് കിട്ടുന്ന പുണ്യം, അതേ പുണ്യം മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്ത് കൊടുത്താൽ, പുണ്യം ചെയ്ത് കൊടുത്താൽ കിട്ടും എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് രക്തസാക്ഷിയാൽ കിട്ടുന്ന ആൾക്ക്, രക്തസാക്ഷിയാകുന്ന ആൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ആ ഒരു ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഒരു വരിയിൽ ഞാൻ അത് ഒതുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ളത്, ശത്രുവിന്റെ വെട്ടേറ്റ് അവന്റെ രക്തം, മുസ്ലിമിന്റെ രക്തം ഭൂമിയിൽ പതിയുന്ന ആദ്യ തുള്ളി രക്തത്തോടുകൂടെ അയാളുടെ മുഴു പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. അത്രമേൽ വലിയ പ്രാധാന്യവും പ്രതിഫലവും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിനുണ്ട്. അതിനേക്കാൾ വലിയ നേട്ടം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്ത് കൊടുക്കുന്നതിലുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഐച്ഛികമായ ജിഹാദ്, അതിനേക്കാൾ ഏറ്റവും പുണ്യം മാതാപിതാക്കൾക്ക് ധർമ്മവർക്ക് പുണ്യം ചെയ്ത് കൊടുക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കാണാം. ഒരു അനുചരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നടക്കാൻ പോകുന്ന ഈ ജിഹാദിൽ അണിചേരാൻ എനിക്ക് നിങ്ങൾ സമ്മതം നൽകണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതെ, അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത്, ഫഫീഹിമാ ഫജാഹിദ്, നീ അവരുടെ അടുത്ത് പോയി അവർക്ക് വേണ്ടുന്ന സേവനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നീ നിന്നാൽ മതി, നീ യുദ്ധത്തിന് പോരേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ച സംഭവം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിന്റെ മീതെയാണ് മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്തു കൊടുക്കുന്ന, പുണ്യം ചെയ്തു കൊടുക്കുന്നതിന്റെ സ്ഥാനമെന്ന് പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഈ ബിർറ് ചെയ്യേണ്ടത്? അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറ അൻകബൂത്ത്, ലുഖ്മാൻ പോലെയുള്ള അധ്യായങ്ങളിൽ അത് സംബന്ധമായ പരാമർശമുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, നിന്റെ റബ്ബ് ഇതാ വിധിച്ചിരിക്കുന്നു, നിയമമാക്കിയിട്ടുണ്ട്, അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ.
അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന മൗലിക പ്രാധാന്യമർഹിക്കുന്ന വിഷയത്തോട് ചേർത്ത് അല്ലാഹു തആല പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കുകയും വേണം. തൗഹീദിനോട് ചേർത്തുകൊണ്ടാണ് മാതാപിതാക്കളോടുള്ള കടപ്പാടിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്. മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കുന്നതിനെ ശിർക്കുമായി ചേർത്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ട് പരാമർശങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല ആ ബിർറ് നിർവഹിക്കേണ്ടുന്ന രീതി അല്ലാഹു തആല എന്തൊക്കെയാണ് ബിർറ് എന്ന് നബി സല്ലല്ലാഹു വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അതിൽ ഒന്ന് അല്ലാഹു തആല എടുത്തു പറയുന്ന ഒരു കാര്യം, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ ഔ അഹദുകുമാ ഔ കിലാഹുമാ, നിന്റെ മാതാവോ പിതാവോ അല്ലെങ്കിൽ മാതാവും പിതാവും രണ്ടുപേരും വാർദ്ധക്യാവസ്ഥയിൽ നിന്റെ അടുക്കൽ ഉണ്ടായാൽ, അവരെ വാർദ്ധക്യാവസ്ഥയിൽ അവരുടെ കൂടെ നീ ഉണ്ടാവണം എന്നൊരു സൂചനയും അതിലുണ്ട്. വാർദ്ധക്യാവസ്ഥയിൽ നിന്റെ മാതാപിതാക്കൾ നിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ അവരെ പ്രത്യേകം പരിഗണിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അവർ നിന്റെ കൂടെയാണ് ഉണ്ടാവേണ്ടത്. ഇന്നതല്ല, ആധുനിക മക്കളുടെ രീതി അങ്ങനെയല്ല. പലപ്പോഴും വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്ന ആളുകളുണ്ട്. ചികിത്സാ ആവശ്യാർത്ഥം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാതാപിതാക്കളുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ട മക്കളെ സംബന്ധിച്ച് വാർത്തകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള മക്കളെ മാതാപിതാക്കളെ കഴിയൊഴിയുന്ന ഉപേക്ഷിച്ച് തള്ളുന്ന അവസ്ഥയുണ്ട്. അവരെ കൊണ്ട് ഇനിയൊരു പ്രയോജനവുമില്ല, ഭൗതികമായ ഒരു നേട്ടവും ഇനി അവരെ കൊണ്ടില്ല എന്ന് വരുമ്പോൾ അവരെ തള്ളുന്ന, അവരെ ഉപേക്ഷിക്കുന്ന ആ രീതിയിലുള്ള മക്കൾ, അവരുടെ എണ്ണം നാൾക്ക് നാൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഡിസ്പോസിബിൾ സംസ്കാരം എന്നാണ് ഇതിന് പറയാറുള്ളത്. ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുക എന്ന് പറയുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലും അത് വളർന്നു വരികയാണ്. മാറിക്കഴിഞ്ഞ ഒരു ചെക്ക് പോലെയായി മാതാപിതാക്കൾ മാറുകയാണ്. മാറിക്കഴിഞ്ഞ ചെക്കിന്റെ കടലാസിന് ഒരു മൂല്യമില്ല. ഇതുപോലെയായി യാത്ര ചെയ്ത് അവസാനിച്ച ഒരു ടിക്കറ്റ് പോലെയായി മാതാപിതാക്കൾ മാറുന്ന, അവഗണിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജനത, നമ്മുടെ ആളുകൾ താഴ്ന്നു പോകുകയാണ്. മുസ്ലിം ഉമ്മത്തിൽ ഇത് കുറവാണെങ്കിലും തീരെ ഇല്ലെന്ന് പറയാൻ വയ്യ. നമ്മുടെ നാടുകളിൽ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മുന്നിൽ വെച്ച് വേണം വയോവൃദ്ധരായ മാതാപിതാക്കൾ നിന്റെ പക്കൽ ഉണ്ടായാൽ അവരെ പരിഗണിക്കണമെന്ന വിശുദ്ധ ഖുർആനിന്റെ പരാമർശം നമ്മൾ പഠിക്കേണ്ടത്. നാടുകളിൽ, നമ്മുടെ നാട്ടിൽ പോലും, അഥവാ കൊച്ചു കേരളത്തിൽ പോലും വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ ഒരു കണക്കനുസരിച്ച് 745 വൃദ്ധസദനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. പഴയ കണക്കാണ്, അത് നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. 10,000-ത്തിനടുത്ത് വൃദ്ധരായ മാതാപിതാക്കളും അവശരായ ആളുകളും അവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട്. മക്കളുള്ള മാതാപിതാക്കൾക്ക് വൃദ്ധസദനത്തിൽ പ്രവേശനം നൽകരുത് എന്ന് നിയമമുണ്ടെങ്കിലും ആ നിയമങ്ങളെയെല്ലാം മറികടന്ന് മാതാപിതാക്കൾ മക്കളെ അവിടെ തള്ളിപ്പോകുന്ന, അവിടെ വിട്ടേച്ചു പോകുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയായി മാറാൻ പാടില്ല. ഇത് വൃദ്ധസദനങ്ങളുടെ എണ്ണമാണ് എങ്കിൽ ഒന്നുകൂടെ നമ്മൾ എടുത്തു പറഞ്ഞാൽ, വൃദ്ധസദനങ്ങൾ ഇത്രയുള്ളൂ എന്ന് പറയുന്നതോടുകൂടെ അല്ല, ഓരോ വീടും വൃദ്ധസദനമായി മാറുകയാണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നന്നാകുക. ഓരോ വീടും വൃദ്ധസദനങ്ങളായി മാറുകയാണ്. തന്റെ സംരക്ഷണത്തിന് ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞ് മക്കൾക്ക് മുമ്പിൽ സ്വയം ലേലം ചെയ്യുന്ന മാതാവിനെ കുറിച്ച് പത്രങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത്ര രൂപ തന്നാൽ നീ എന്നെ സംരക്ഷിക്കുമോ എന്ന് 8 മക്കൾ നിർത്തിയിട്ട് ഒരു ഉമ്മ ഒരു അമ്മ ലേലം ചെയ്യുകയാണ്. അവസാനം ആ ഉമ്മ ഏറ്റെടുത്തത്
കുറഞ്ഞ സംഖ്യക്ക് ഞാൻ സംരക്ഷിക്കാം. 10 ലക്ഷം കുറഞ്ഞ സംഖ്യ എന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ചതിൽ കുറഞ്ഞ സംഖ്യ. 10 ലക്ഷത്തിന് ഞാൻ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ മകന്റെ കൂടെ പോയ അമ്മയുടെ കഥ നമ്മുടെ നാടിൽ കേരളത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്നിടത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്ത് സംസ്കാരമാണിത്? ഈ രീതിയിൽ നമ്മുടെ നാട് പറ്റെ അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പുറമെ പതിറ്റാണ്ടുകൾ പ്രവാസിയായി ജീവിതം നയിച്ച് കെട്ടിപ്പടുത്തുയർത്തിയ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാതാപിതാക്കളുടെ കഥകളല്ല യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എണ്ണം കൂടിപ്പോകും. ഇസ്ലാം ഒരു നായക്ക് വെള്ളം കൊടുക്കുന്നത് പോലും വലിയ പുണ്യകർമ്മമായി പ്രഖ്യാപിച്ച മതമാണ്. ഒരു പൂച്ചയെ കിട്ടിയിട്ടതിന്റെ പേരിൽ നരകത്തിൽ പോയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തനിക്ക് ഭൗതികമായി ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തു കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലവും അവരെ അവഗണിച്ചാൽ കിട്ടുന്ന ദുരന്തവും എത്ര വലുതാണ് എന്ന് ഈ കഥ വായിക്കുമ്പോൾ, ഈ ചരിത്രം വായിക്കുമ്പോഴും ഈ ഹദീസ് വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതാണ്. അവരോടുള്ള പെരുമാറ്റത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് അവർക്ക് നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം. അവർക്ക് പ്രായമായ മാതാപിതാക്കൾ സ്വാഭാവികമായും ഏറെ കൊതിക്കുന്നത് അവരോട് ഒരു പക്ഷേ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്നവരാകില്ല. സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പോലും പെൻഷൻ പറ്റുന്ന പിതാവാണ്, പെൻഷൻ പറ്റുന്ന മാതാവാണ്, സാമ്പത്തികമായ ഒരു പ്രയാസവുമില്ല. എങ്കിൽ പോലും മക്കളുടെ സാന്നിധ്യവും അവരുടെ അന്വേഷണങ്ങളും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. കുറെ കാശ് കൊടുക്കുക എന്നത് മാത്രമല്ല അവരോട് പുണ്യം ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഭാഗം, അതതിന്റെ ഒരു ഭാഗമാണ്. രണ്ടാമതായി അവരോട് മാന്യമായി സംസാരിക്കണം. അവരോടുള്ള മാന്യമായി സംസാരമുണ്ടാവണം. ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് ഛേ എന്ന് പോലും പറയരുത്. വളരെ നിസ്സാരമായ അതൃപ്തി രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉഫിൻ എന്ന് പറയുന്നത്. നമ്മൾ എന്നത് പോലും മാതാപിതാക്കളോട് പറയരുത്. ആ രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറരുത്. മാന്യമായ വാക്ക് പറയണം. ഇതിന്റെ വിശദീകരണത്തിൽ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എങ്ങനെയാണ് ഈ മാന്യമായ വാക്ക് പറയുക എന്ന്. അദ്ദേഹം തന്നെ നൽകിയ ഒരു ഉദാഹരണത്തിലൂടെയുള്ള ഒരു വിശദീകരണമുണ്ട്. ഖൗലിൽ അബ്ദിൽ മുദ്നിബ് ലിസയ്യിദിൽ ഫദ്ദി, ക്രൂര സ്വഭാവമുള്ള ഒരു യജമാനനോട് തെറ്റ് ചെയ്ത ഒരു അടിമ എങ്ങനെയാണോ മാപ്പ് ചോദിക്കുക അതുപോലെ. യജമാനൻ ക്രൂരനാണ്, അങ്ങേയറ്റത്തെ ക്രൂര മനസ്സുള്ള ഈ ശിലാഹൃദയമുള്ള ആളാണ്. അയാളുടെ അടിമ അയാളോടൊരു തെറ്റ് ചെയ്താൽ ഈ അടിമ എത്ര വിനയാനീതമായിട്ടായിരിക്കും മാപ്പപേക്ഷിക്കുക. അതുപോലെയാണ് മാതാപിതാക്കളോട് സംസാരിക്കേണ്ടത് എന്ന് കേട്ടാൽ ഇന്നത്തെ മക്കളോട് പറഞ്ഞതൊക്കെ കെട്ടുകഥയാണെന്ന് തോന്നിപ്പോകും. കാരണം അവരുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും പലപ്പോഴും ആ രീതിയിലായി മാറാറുണ്ട്. മൂന്നാമതായി ഖുർആൻ പറഞ്ഞു വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, നീ അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കണം. അവരോട് കരുണയോടെ പെരുമാറണം. പെരുമാറ്റത്തിൽ ആ കാരുണ്യം കാണണം. മഹാരഥന്മാരായ സ്വഹാബാക്കിറാമിന്റെ ചരിത്രത്തിൽ കാണാം, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാം. മുശ്രിക്കായ പിതാവിനോട് പോലും അങ്ങേറ്റം മാന്യമായി പെരുമാറുന്ന ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇബ്രാഹിം നബിയുടെ പിതാവ് മുശ്രിക്കാണ്. അദ്ദേഹം വിഗ്രഹാരാധകൻ മാത്രമല്ല, വിഗ്രഹ കച്ചവടക്കാരൻ കൂടെയാണ്. അങ്ങനെയുള്ള ഒരാൾ ദീനിനോടുണ്ടാകുന്ന ശത്രുത എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ആ പിതാവിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക് യാ അബത്തി എന്നാണ്. അബി എന്നോ
വാലിദി എന്നോ ഉള്ള പ്രയോഗത്തിന്റെ എത്രയോ അപ്പുറമാണ്. സ്നേഹവും ബഹുമാനമൊക്കെ കലർന്ന പ്രയോഗമാണ് അബത്തി, എന്റെ പൊന്നു പിതാവേ എന്ന്. എല്ലാ സ്നേഹവും ബഹുമാനവും അടങ്ങിയ ഒരു പ്രയോഗമാണ്. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനെ അഭിസംബോധന ചെയ്യുന്നത്. മഹാനായ അൽ ഹസൻ ഇബ്നു അലി എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുന്നത് മാതാപിതാക്കൾക്ക് അങ്ങേയറ്റം പുണ്യം ചെയ്തു കൊടുക്കുന്ന ഒരു മഹാനാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ മാതാവിനോട് അങ്ങേയറ്റം പുണ്യം ചെയ്തു കൊടുക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഉമ്മയുടെ കൂടെ ഇരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടി, ഉമ്മയുടെ കൂടെ ഉമ്മ കഴിക്കുന്ന അതേ പാത്രത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപക്ഷെ ഉമ്മക്ക് ആഗ്രഹമുള്ള ഉമ്മ കണ്ണുവെച്ച ഒരു മാംസക്കഷ്ണം അത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് ഉമ്മയോടുള്ള അനാദരവായി മാറും എന്നതുകൊണ്ടാണ് ഞാൻ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്ന് പറഞ്ഞ മഹാരഥന്മാരെ നമുക്ക് കാണാം. ഈ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാചകത്തിൽ കാണാം. ഒരു മകൻ തന്റെ പിതാവിന്റെ മുന്നിലൂടെ പിതാവിനെയും കൂട്ടി പോവുകയാണ്. അപ്പൊ ആ മകൻ മുന്നിലും പിതാവ് പിന്നിലുമായി ഇങ്ങനെ പോകുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കണ്ടു. ആ സമയത്ത് ആ മകനെ വിളിച്ചിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അഖ്തഅത്, നീ ചെയ്തത് ശരിയല്ല, ഇങ്ങനെ വാപ്പയുടെ മുമ്പിൽ ഉമ്മയുടെ മുമ്പിൽ നടക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം നൽകിയ ഉപദേശങ്ങളിൽ ഉണ്ട് ഉമ്മയോടും വാപ്പയോടുള്ള പെരുമാറ്റം എങ്ങനെയാക്കണമെന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വലാ തംശി ബൈന യദൈ അബീക്, വാപ്പാന്റെ മുന്നിൽ നടക്കരുത്. വാപ്പയും മകനും വൈകി പോകുമ്പോ വാപ്പയുടെ പിന്നിൽ ആദരവോടുകൂടെ നടക്കണം. വലാകിൻ നിംശി ഖൽഫ, മുന്നിൽ നടക്കരുത്, പിന്നിലേ നടക്കാവൂ. അല്ലെങ്കിൽ വലത് ഭാഗത്ത് അല്ലെങ്കിൽ വാപ്പയുടെ പിന്നിൽ, വാപ്പയെ മറികടന്ന് വാപ്പയുടെ മുന്നിലൂടെ നടക്കരുത്. വലാ തഖുദ് അറഖൻ നളറ ഇലൈഹി അബൂക്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മാംസക്കഷ്ണം, എല്ലിൽ മാംസമുള്ള ഒരു കഷ്ണം, ഒരു എല്ല് അതിൽ മാംസമുണ്ട്, അതിലേക്ക് വാപ്പ ഇങ്ങനെ നോക്കിയാൽ നീ അത് എടുക്കരുത്. വാപ്പാക്ക് ആഗ്രഹം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. വാപ്പയെ അവിടെ പരിഗണിക്കണം. ഒരുപക്ഷെ വാപ്പ അത് തിന്നാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അപ്പൊ വാപ്പയുടെ ആഗ്രഹം നിറവേറ്റാത്തവനായി നീ മാറും. വാപ്പ കണ്ണുവെച്ച ഒരു മാംസക്കഷ്ടം പോലും നീ എടുക്കരുത്. അങ്ങനെ ചെയ്താൽ അത് അനാദരവാണ് എന്ന്. വാപ്പയുടെയും ഉമ്മയുടെയും മുഖത്തേക്ക് രൂക്ഷമായി നോക്കുക പോലും ചെയ്യരുത്, കണ്ണുരുട്ടി നോക്കരുത്. വാപ്പയും മകനും പോകുമ്പോ വാപ്പ ഇരിക്കുന്നതിന് മുമ്പ് നീ ഇരിക്കരുത്, വാപ്പ ഇരുന്ന് കഴിഞ്ഞിട്ടേ നീ ഇരിക്കാവൂ. അദ്ദേഹം ഉറങ്ങുന്നതിന് മുമ്പ് നീ ഉറങ്ങരുത്. ഉറങ്ങുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലോ അത് പരിഗണിക്കണം. അതുകൊണ്ട് വാപ്പ ഉറങ്ങിയ ശേഷമേ നീ ഉറങ്ങാവൂ എന്നിങ്ങനെയുള്ള ധാരാളം ഉപദേശങ്ങളിൽ നിന്ന് എങ്ങനെയായിരിക്കണം അവരോടുള്ള പെരുമാറ്റമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാലാമതായി ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. എന്റെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണം, കരുണ ചെയ്യണം. അവർ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയത് കാരണം. നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിം സൊസൈറ്റിയിലെ ഒരു അംഗമാണ്, മെമ്പറാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അനുവാദവും എന്നല്ല പ്രേരണയും കൽപ്പനയും ഒക്കെ നമ്മോടുണ്ട്. സ്വഹാബികളിൽ പലരും ഈ ഒരു ഭാഗ്യം കിട്ടാത്തവരാണ്. അപ്പൊ നമ്മൾ ആ വിഷയത്തിൽ എത്രയോ വലിയ ഭാഗ്യവാന്മാരാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് സ്വന്തം പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. ഖത്താബ് മുശ്രിക്കാൻ, അതുകൊണ്ട് എന്റെ പിതാവ് ഖത്താബിന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള അവകാശം ഇല്ല അദ്ദേഹത്തിന്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് അബൂ താലിബ് അബ്ദു മനാഫ്,
അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അലി റളിയല്ലാഹു അൻഹുവിന് പാടില്ല, വിലക്കപ്പെട്ട കാര്യമാണ്. കാരണം അദ്ദേഹം മുശ്രിക്കാണ്. അവിടുന്ന് അങ്ങോട്ട് മേപ്പോട്ട് പോയാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പോലും സ്വന്തം പിതാവിന്റെ പാപം പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കാൻ അവകാശമില്ല. ആ ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും, നമുക്കന്ന് വിലക്കുകളില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി നമ്മൾ നീക്കി വെക്കുന്ന സമയം എത്രയാ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ എത്ര മിനിറ്റ് മാതാപിതാക്കൾക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുള്ളതാണ്. ജീവിച്ചിരിക്കുന്നവരായാലും മരണപ്പെട്ടു പോയവരായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഖബറിടങ്ങൾ സന്ദർശിക്കണം. എന്റെ ഉമ്മയുടെ ഉപ്പയുടെ ഖബറ് സന്ദർശിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സലാം പറയണം. ഇതൊക്കെ അവരോടുള്ള ബാധ്യതയാണ്. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചാലും അവസാനിക്കാത്ത കടപ്പാടും ബാധ്യതയും അവരോടുണ്ട്. മാതാപിതാക്കൾ മുശ്രിക്കുകളാണെങ്കിൽ പോലും ഭൗതികമായ വിഷയത്തിൽ അവരോട് നല്ല രീതിയിൽ സഹകരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അങ്കബൂത്തിന്റെ 8-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല അത് പഠിപ്പിച്ചിട്ടുണ്ട്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്ന് അല്ലാഹു തആല വസിയത്ത് ചെയ്തിരിക്കുന്നു. നീ എന്നിൽ പങ്കു ചേർക്കണമെന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ, ശിർക്ക് ചെയ്യണമെന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ ആ വിഷയത്തിൽ ഒരിക്കലും നീ അനുസരിച്ച് പോകരുത്. എന്നാൽ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ഐഹിക വിഷയത്തിൽ ഭൗതികമായ വിഷയത്തിൽ നീ അവരോട് നല്ല രീതിയിൽ സഹകരിക്കണം, ഇടപെടണം എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അസ്മാ റളിയല്ലാഹു തആല അൻഹ, അവരുടെ ഉമ്മ മുശ്രിക്കത്തായിരുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്റെ ഉമ്മ മുശ്രിക്കത്താണ്, ഞാൻ അവരുമായി നല്ല രീതിയിൽ ബന്ധം പാലിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സുലീ ഉമ്മക്കി, നീ നിന്റെ ഉമ്മയുമായി നല്ല രീതിയിൽ ബന്ധം പാലിക്കണം. മുശ്രിക്കാണെന്നതൊക്കെ അഥവാ ശിർക്ക് ചെയ്യരുത്, അവർ പറയുന്ന ശിർക്കോ മറ്റ് ദീനി വിരുദ്ധമായ ഒരു കാര്യത്തിലും അനുസരിച്ച് പോകരുത്. പക്ഷേ ഭൗതികമായ വിഷയത്തിൽ അവരെ നീ പരിഗണിക്കുക തന്നെ വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നാൽ ശിർക്കിന്റെ വിഷയത്തിലാണെങ്കിലോ ഒരു നിലക്കും അനുസരിച്ച് പോകരുത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മുസ്ലിമായപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞു, നീ മുഹമ്മദിന്റെ മതം ഒഴിവാക്കി നമ്മുടെ പഴയ മതത്തിലേക്ക് തിരിച്ചു വരാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ കുളിക്കുകയോ ചെയ്യില്ല എന്നവർ ശപഥം ചെയ്തു. അദ്ദേഹം പഠിച്ച പാട് പറഞ്ഞു നോക്കി, ഉമ്മ നിങ്ങൾ ഭക്ഷണം കഴിക്കും. അവര് പറഞ്ഞു, ഞാനിങ്ങനെ പട്ടിണി കിടന്ന് മരിക്കും, അവസാനം ഉമ്മയെ പട്ടിണി കിട്ട് കൊന്നവൻ എന്ന ആക്ഷേപവും പേര് നീ ജീവിക്കേണ്ടി വരും. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇതൊരിക്കലും ഞാൻ അംഗീകരിക്കില്ല, ശിർക്കിലേക്ക് ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു 100 ജന്മം നൽകുകയും അതിലെ ഓരോ ജന്മവും ഞാൻ ശിർക്കിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും ശരി ഞാൻ ശിർക്കിലേക്ക് തിരിച്ചു വരില്ല, വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചോളൂ അല്ലെങ്കിൽ കഴിക്കാതിരുന്നോളൂ എന്ന് അദ്ദേഹം തന്നെ നിലപാട് പറഞ്ഞു. ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് പറഞ്ഞപ്പോ ഉമ്മ പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, ശപഥം പിൻവലിച്ചു എന്ന് സൂറത്ത് അങ്കബൂത്തിന്റെ 8-ാമത്തെ വചനത്തിന്റെ അവതരണ കാരണമായി പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതല്ലാത്ത ഭൗതിക അവരെ ചികിത്സിക്കുക, അവർ സന്ദർശിക്കുക, അവർക്ക് ചെലവിന് കൊടുക്കുക തുടങ്ങിയ ഭൗതികമായ വിഷയങ്ങളിൽ അവരെ പരിപാലിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്താനും പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്നും ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ,
മാതാപിതാക്കളോടുള്ള കടപ്പാടിന്റെ ആഴം ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഇതിന്റെ മറുവശം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. മാതാപിതാക്കളോടുള്ള അനുസരണക്കേടും ധിക്കാരവും മഹാപാപങ്ങളിലാണ് ദീൻ എണ്ണിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, മഹാപാപങ്ങളിൽ തന്നെ ഏറ്റവും വലുത് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞപ്പോ, അതേ റസൂലെ പറഞ്ഞു തരൂ എന്ന് പ്രതിവചിച്ച സ്വഹാബത്തിനോട് റസൂൽ പറയുന്നത് അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്ന് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അത് കഴിഞ്ഞിട്ട് റസൂൽ പറയുന്നത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കലാണ്. അത് ഏറ്റവും വലിയ പാപങ്ങളിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇന്ന് നോക്കൂ നിങ്ങൾ, മാതാപിതാക്കളെ അവഗണിക്കുന്നവർ, വയോവൃദ്ധരായ മാതാപിതാക്കളെ നിസ്സഹായാവസ്ഥയിൽ ഇവിടെ തള്ളി ഇതൊരു മുസ്ലിമായി ജീവിക്കാൻ പറ്റിയ നാടല്ലെന്ന് പറഞ്ഞ് പലായനമെന്ന് പേരിട്ട് നാട് വിട്ടുപോകുന്ന മക്കളുണ്ട്. അവർ പറയുന്ന ഈ രാജ്യത്ത് മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോകണം എന്ന് പറഞ്ഞിട്ട് നാട് വിട്ടുപോകുന്ന ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഓർക്കൂ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാൾ പ്രാധാന്യമാണ് ധർമ്മ സമരത്തിന് സമ്മതം ചോദിച്ചു വന്ന സ്വഹാബിയോട് റസൂൽ പറഞ്ഞത് തിരിച്ചു പോയിട്ട് മാതാപിതാക്കൾക്ക് ബിർ ചെയ്തു കൊടുക്കുക എന്നാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇല്ലാത്ത മതവിധിയുടെ പേരിൽ മാതാപിതാക്കളുമായി അകന്നു കഴിയുന്നവരുണ്ട്. ഉദാഹരണം, നമ്മുടെ മകന്റെ ഭാര്യ, ആ ഭാര്യക്ക് നമ്മൾ മഹറമാണ്, നമ്മൾ അവരുടെ ഉപ്പയുടെ സ്ഥാനത്താണ്. എന്റെ മകന്റെ ഭാര്യ, ആ ഭാര്യക്ക് ഞാൻ, അവളെ സംബന്ധിച്ച്, മകന്റെ ഭാര്യയെ സംബന്ധിച്ച് ഞാൻ ഒരു പിതാവിനെ പോലെയാണ്. ഒന്നിച്ച് യാത്ര ചെയ്യാം, കൈ കൊടുക്കാം. ഇങ്ങനെയുള്ള ഒരു വാപ്പയോടുള്ള പെരുമാറ്റം പോലെ തന്നെയാണ് വേണ്ടത്. ഒരു വാപ്പയെ പോലെ തന്നെ കാണേണ്ടതാണ്. അതൊക്കെ വളരെ ഗൗരവമർഹിക്കുന്ന വിഷയമാണ്. അപ്പൊ ആ വിധത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ, അതിന്റെ ദുരന്തം അല്ലാഹു തആല പരലോകത്തേക്ക് നീട്ടിവെക്കില്ല, ഇവിടെ തന്നെ കൊടുക്കും. പരലോകത്ത് വേറെ ഉണ്ടാവും. വലിയ മാതാപിതാക്കളോടും കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിന്റെയും ശിക്ഷ അത് ഇവിടെ തന്നെ മുൻകൂട്ടി കൊടുക്കൽ തുടങ്ങും എന്നാണ് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, പീഡിതരായ മർദ്ദിതരായ ഇത്തരം മാതാപിതാക്കളെങ്ങാനും അള്ളാഹുലേക്ക് കൈയുയർത്തി അങ്ങ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കബൂൽ ചെയ്യും. പൊതുവെ മർദ്ദിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന കബൂൽ ചെയ്യും, അവൻ കാഫിറാണെങ്കിൽ പോലും എന്നാണ്. ഇത്തഖീ ദഅവത്തൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹു വബൈന അല്ലാഹി ഹിജാബ്. മർദ്ദിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന സൂക്ഷിച്ചോ, അള്ളാഹുവിന്റെയും അവന്റെ പ്രാർത്ഥനയ്ക്കും ഇടയിൽ ഒരു തടവും ഉണ്ടാവില്ല. നേർക്ക് നേരെ അള്ളാഹു തആല അത് സ്വീകരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ജുറൈജ് എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ ഉണ്ടായിരുന്നു ഇസ്രായേലിൽ. അയാൾ വലിയ ആബിദാണ്. അദ്ദേഹത്തിന്റെ പർണശാലയിൽ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിനെ കാണാൻ വന്നു. നിസ്കാരത്തിലാണ്. ജുറൈജെ എന്ന് വിളിച്ചു. അദ്ദേഹം നിസ്കാരം അങ്ങനെ മുഴുകി. ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകിയില്ല. 1-2 തവണ ഉമ്മ അങ്ങനെ വന്ന് മകനെ കാണാൻ കഴിയാതെ മടങ്ങിപ്പോയി. അവസാനം ഉമ്മങ്ങ് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ജുറൈജിനെ നീ മാനം കെടുത്തണേ എന്നങ്ങ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്തു. ഒരു വേശ്യ അയാളുടെ മുമ്പിൽ വന്നു. അയാളെ വേണ്ടാവർത്തിക്ക് ക്ഷണിച്ചു. അയാൾ അതിൽ ഒഴിഞ്ഞു മാറി, കിട്ടിയില്ല. ഈ വേശ്യ വേറൊരാട്ടിടയനുമായി ഈ ബന്ധത്തിൽ ഏർപ്പെട്ടു. ഗർഭിണിയായി പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇത് ജുറൈജിന്റെ കുട്ടിയാണ്. അയാളതിൽ നിരപരാധിയാണ്. അങ്ങനെ ജുറൈജിന്റെ പർണശാല ആളുകൾ തച്ച് തകർത്തു. ആകെ മാനം കെട്ടു. അവസാനം അദ്ദേഹം ഉളവുണ്ടാക്കി വന്ന് ഈ കുഞ്ഞിന്റെ വയറ്റത്തിങ്ങനെ ഒന്ന് ചെറിയൊരു അടി കൊടുത്തു. മൻ അബൂക യാ ഗുലാം,
ഈ കുട്ടി നിന്റെ വാപ്പ ആരാണെന്ന് ചോദിച്ചപ്പോ ഇന്ന ആട്ടിടയനാണെന്ന് ആ കുട്ടി പറഞ്ഞു. ചെറുപ്പത്തിൽ സംസാരിച്ച കുറെ കുട്ടികളുണ്ട്, അതിൽപ്പെട്ട ഒരു കുട്ടിയാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിഞ്ഞത്. താൽക്കാലികമായെങ്കിലും അദ്ദേഹം അപമാനിതനായി. അദ്ദേഹത്തിന്റെ പർണശാല ആരാധനാലയം തകർക്കപ്പെട്ടു. ഒരു വേള അദ്ദേഹം കുറച്ചു കാലമെങ്കിലും അദ്ദേഹം അപമാനം പേറി. ഉമ്മയുടെ പ്രാർത്ഥനയാണത് എന്ന് അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരന്മാർ, അവസാനമായി ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധത്തിലുള്ള മക്കളെ മാതാപിതാക്കളെ പുറത്താക്കുന്ന, ബഹിഷ്കരിക്കുന്ന, അവരെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറാതിരിക്കാനുള്ള ഒറ്റ പരിഹാരമേ ഉള്ളൂ, അവർക്ക് മതബോധം നൽകുക എന്നതാണ്. അതല്ലാതെ അതിന് വേറൊരു പരിഹാരമൊന്നുമില്ല. നമ്മൾ മക്കളെ സ്കൂളിൽ വിടുന്നു. പലരും ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പല രക്ഷിതാക്കളും മദ്രസ പഠനം മാറ്റിവെച്ച്, മദ്രസ പഠനമൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടും, ഒരു പിരീഡാ കിട്ടുക. നമ്മുടെ മതപഠനം എന്ന് പറയുന്നത് കേവലം ഒരു പിരീഡിൽ ഒതുക്കാവുന്നതല്ല, അത് മതിയാവില്ല. എത്ര വർഷം പഠിച്ചാലും തീരാത്ത പഠിക്കാനുള്ള മേഖല, ഗ്രന്ഥങ്ങൾ, വിഷയങ്ങളുണ്ട്. ആ സ്ഥാനത്ത് പ്രാഥമികമായ കാര്യങ്ങൾ പോലും ഒരു മണിക്കൂറിൽ, ആഴ്ചയിൽ ചിലപ്പോൾ ഒരു പിരീഡൊക്കെ കിട്ടുക. ആഴ്ചയിലെ ഒരു പിരീഡ് കൊണ്ട് എന്ത് ധാർമ്മിക ബോധമാണ് കിട്ടുക? അതിന് മക്കളെ വ്യവസ്ഥാപിതമായി അവരെ 1 മുതൽ കൃത്യമായ സിലബസ് വെച്ച് 8ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന മദ്രസ സംവിധാനം ഇവിടെയുണ്ട്. അവരെ ചേർക്കേണ്ടുന്ന സമയമാണ്. ആ ഒരു ശ്രദ്ധ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അതിനു പുറമെ 8ാം ക്ലാസ് കഴിഞ്ഞ്, സ്കൂളിൽ 8ാം ക്ലാസ് കഴിഞ്ഞു, മദ്രസയിൽ മറ്റ് കഴിഞ്ഞു, എങ്കിലും അവർക്കും വേണം പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ. അത്തരം വിദ്യാർത്ഥികൾ, ആൺകുട്ടികളെ മാത്രം ഉദ്ദേശിച്ച് ഒരു സ്പെഷ്യൽ സിലബസ് ഒക്കെ ഉണ്ടാക്കി ഈ വർഷം മുതൽ നമ്മുടെ ഈ പള്ളിയിൽ അത്തരം ആൺകുട്ടികളെ ദീൻ പഠിപ്പിക്കാൻ ഒരു സംവിധാനത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അപ്പൊ അതിലും നമ്മുടെ മക്കൾ ഉണ്ടാകണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ നമുക്ക് നല്ല കൺകുളിർമയേകുന്ന മക്കളെ ലഭിക്കൂ എന്ന സജീവമായ ശ്രദ്ധ നമ്മിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരെല്ലാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.